ഓം ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭാവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ഭക്തിയുടെ മഹത്വം. ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം. പ്രിയരെ, ശിവഗിരിയിൽ അന്തേവാസികളും ബ്രഹ്മചാരികളുമെല്ലാം നിത്യവും ഒന്നിച്ചുകൂടിയാണ് പ്രാർത്ഥന നടത്താറുള്ളത്. എന്നാൽ ചിലർ പ്രാർത്ഥനയിൽ സംബന്ധിക്കാറില്ലെന്ന പരാതി ഒരു ദിവസം കിട്ടിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞ വാക്കുകളാണ്. ഭക്തി എന്നത് ഈശ്വരനെ കുറിച്ചുള്ള നിരന്തരമായ സ്മരണയാണ്. ആ സ്മരണ ഇടമുറിയാതെ നിലനിൽക്കണമെങ്കിൽ ആദ്യം ഈശ്വരനിൽ വിശ്വാസമുദിക്കണം. അങ്ങനെ വിശ്വാസവും ഭക്തിയും ഒന്നു ചേർന്നിരിക്കുന്ന ജീവിതം സാർത്ഥകവും, അതല്ലാത്ത ജീവിതം വ്യർത്ഥവുമായി തീരുന്നതാണ്. സാർത്ഥകമായ ജീവിതം നയിക്കുന്നവന്റെ ബുദ്ധി സ്ഥിരവും, മനസ്സ് ശുദ്ധവും, വാക്ക് ഹിതവും, പ്രവൃത്തി ധർമ്മവുമായിരിക്കുന്നു. അവനെ അധർമ്മങ്ങൾക്കും ദുശ്ചിന്തകൾക്കും വികാരങ്ങൾക്കും കീഴ്പ്പെടുത്തുവാനാവില്ല. എല്ലായ്പ്പോഴും നിർഭയനും നിർമ്മമനുമായിരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ സന്നിധാനം ചെയ്തിരിക്കുന്നു. കൊടുങ്കാറ്റിൽ അണയാത്ത ദീപമായും, അഗ്നിയിൽ ദഹിക്കാത്ത ആകാശമായും, ആയുധത്താൽ മുറിവേൽപ്പിക്കാത്ത ശബ്ദമായും, ജലത്തിൽ മുങ്ങാത്ത വായുവായും യഥാർത്ഥ ഭക്തൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കെൽപ്പുള്ളവനായി നിലകൊള്ളുന്നു. പിതാവായ ഹിരണ്യകശിപുവിന്റെ ഉഗ്രകോപത്തെയും വധശ്രമത്തെയും മഹാവിഷ്ണുവിന്റെ നിരന്തര സ്മരണ കൊണ്ട് അതിജീവിച്ച പ്രഹ്ലാദന്റെ ഭക്തിനിർഭരമായ ജീവിതം ഭാരതപുരാണങ്ങളിലെ ഏറ്റവും മഹത്വമാർന്ന സന്ദർഭമാണ്. ഭക്തി ജീവിതത്തെ എങ്ങനെ കാക്കുന്നുവെന്നും എങ്ങനെ മഹത്വപ്പെടുത്തുന്നുവെന്നും ഈ ഭാരതകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഭക്തിയിലും വിശ്വാസത്തിലും അടിയുറച്ച ഒരു ജീവിതം നയിക്കുവാൻ, അങ്ങനെ നയിക്കുന്നവൻ ധന്യനായിത്തീരും. ഭക്തിയുറക്കുവാൻ പ്രാർത്ഥന നല്ലൊരു ഉപായമാണ്. നിത്യമായ പ്രാർത്ഥനയിലൂടെ നിരന്തരമായ ഭക്തിയുള്ളവന് ഈ ജീവിതത്തിൽ തന്നെയാണ് സ്വർഗം. അതില്ലാത്തവനും നരകവും ഇവിടെ തന്നെ. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാട്.